വചനം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 31-ാം അധ്യായത്തിൽ 29-30 വാക്യങ്ങൾ പറയുന്നു. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. ഓരോരുത്തൻ തന്താൻ്റെ അകൃത്യ നിമിത്തം അത്ര മരിക്കുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ലേ പുളിക്കുകയുള്ളൂ. ഇത് പറയാനുള്ള കാരണം, ഇസ്രായേൽ മക്കൾ പറയാനുള്ള കാരണം മറ്റൊന്നുമായിരുന്നില്ല. അവർ പ്രവാസത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ട് പോയി, അവർ ബന്ധനത്തിലായി. അവർ ചിന്തിച്ചു, ഇത് ഞങ്ങളുടെ കുറ്റമല്ല, ഒരുപക്ഷെ മനാസെ രാജാവായിരുന്നപ്പോൾ ചെയ്ത തെറ്റുകൾ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ന്യായപ്രമാണം പറയുന്നു, പുറപ്പാട് പുസ്തകം 20:5 അവിടെ ദൈവം 10 പ്രമാണങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട്, നിൻ്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളെ തന്നെ സ്വയം നീതീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ പിതാമഹന്മാർ വഴി വന്നുപോയ ചില തെറ്റുകൾ നിമിത്തം അവർ പലപ്പോഴും ബന്ധനത്തിലായിട്ടുണ്ട്. എന്നാൽ